മാത്രമല്ല ചരിത്രമാണല്ലോ ഇവിടെ പറഞ്ഞത്. ചരിത്രം വിശദീകരിക്കുമ്പോൾ പോലും പരിശുദ്ധ ഖുർആൻ കൃത്യത പാലിക്കുന്നു. അതേസമയം ബൈബിളിൽ അത്ര കൃത്യത നമുക്ക് കാണാൻ കഴിയില്ല. ബൈബിൾ രചയിതാക്കളുടെ ആ കാലഘട്ടത്തിലെ അബദ്ധങ്ങൾ ബൈബിളിലെ ചരിത്ര കഥനത്തിലുണ്ട്, എന്നാൽ ഖുർആനിൽ അങ്ങനെയില്ല. ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചാണെങ്കിൽ ഇതേ അബദ്ധം ഖുർആനിലും വരണ്ടേ? ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചല്ല അതല്ല അത് ബൈബിളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ, സവിശേഷമായ, തികച്ചും അബദ്ധമുക്തമായ, പ്രവാചകന്മാർക്കെല്ലാം വിശുദ്ധി കൽപ്പിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ്. അത് പടച്ചവൻ്റെ വചനങ്ങളാണ്, അതിൽ ഒരു കളങ്കവുമില്ല. ഇനി നമ്മൾ പരിശുദ്ധ ഖുർആനും ബൈബിളിലെ കഥകളും പരിശോധിച്ച് നോക്കുക. പ്രവാചകന്മാരുടെ ചരിത്രമാണല്ലോ ഇവിടെ പറഞ്ഞത്. പ്രവാചകന്മാരുടെ ചരിത്രം ചില പ്രവാചകന്മാരുടെ ബൈബിളിൽ പറഞ്ഞെന്ന ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്. എന്നാൽ ചില പ്രവാചകന്മാരുടേത് പറയുന്നില്ല. എവിടുന്നാ പരിശുദ്ധ ഖുർആൻ അത് ലഭിച്ചത്? ഹൂദ് നബിയുടേത്, സാലിഹ് നബിയുടേത് തുടങ്ങിയ പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിൽ പറയുന്നത് ബൈബിളിലൂടെ നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും ബൈബിളിൽ പറയാത്തത് ഖുർആനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തന്നെ ചില അത്ഭുതങ്ങൾ പരിശുദ്ധ ഖുർആനിലുള്ളൂ, ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹം തൊട്ടിലിൽ വെച്ച് സംസാരിച്ച സംഗതി, അതേപോലെ തന്നെ അദ്ദേഹം പറവകളെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കി അതിനെ പടച്ചവൻ്റെ അനുമതിയാൽ പറപ്പിച്ച് കളഞ്ഞ സംഭവം, ഇതൊന്നും ബൈബിളിൽ എവിടെയില്ല, പരിശുദ്ധ ഖുർആനിലാണുള്ളത്. ഇതേപോലെയുള്ള അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ വാദം വളരെ തെറ്റും വൈരുദ്ധ്യം നിറഞ്ഞതുമാണ്. ഖുർആൻ ബൈബിളിൽ നിന്നും കോപ്പി അടിച്ചതല്ല, കാരണം ഖുർആനിൽ ബൈബിളിലുള്ള തെറ്റുകളൊന്നുമില്ല എന്നും ബൈബിളിലെ എല്ലാ പ്രവാചകന്മാരും ഖുർആനിൽ ഇല്ല എന്നുമാണ്. എന്നാൽ എന്തിനാണ് ബൈബിളിലെ ചില പ്രവാചകന്മാരെ ഖുർആനിൽ പരാമർശിച്ചിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നിഷേധിച്ചിട്ട് ബൈബിളിലെ കാതലായ യേശുവിൻ്റെ മരണവും ഉയർപ്പും നിഷേധിക്കുന്നത് എന്നതാണ് പ്രധാന ചോദ്യം. മാത്രമല്ല, എന്തിനാണ് യേശു കുട്ടിക്കാലത്ത് ബൈബിളിലില്ലാത്തതും ആർക്കും ഒരു പ്രയോജനവുമില്ലാത്തതുമായ 2 അത്ഭുതങ്ങൾ ചെയ്തു എന്നും വാദിക്കുന്നത്? ഖുർആൻ ബൈബിളിൻ്റെ അതേപടി ഒരു സെറോക്സ് കോപ്പിയാണ് എന്ന് ആരും വാദിക്കുന്നില്ല. മറിച്ച് ബൈബിളിലുള്ള പല കാര്യങ്ങളും തെറ്റായിട്ടും അപൂർണമായിട്ടും പരാമർശിക്കുകയും ബൈബിളിൻ്റെ കാതലായ വാദത്തെ യാതൊരു തെളിവും അടിസ്ഥാനവുമില്ലാതെ നിഷേധിക്കുന്നതിലുമാണ് യഥാർത്ഥ തെറ്റ്. അതുമാത്രവുമല്ല, ഖുർആനിൽ ചരിത്രപരമായ ഒരു തെറ്റുമില്ല എന്ന വാദം പൂർണ്ണമായും തെറ്റാണെന്ന് നമുക്ക് പെട്ടെന്ന് തെളിയിക്കാവുന്നതേയുള്ളൂ. ഖുർആനിലെ ഏറ്റവും വലിയ ചരിത്രപരമായ തെറ്റ് എന്ന് പറയുന്നത് ബൈബിൾ ആദിയോടന്തം ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ തെളിയിച്ചു വന്നതും ചരിത്രത്തിൽ ഏറ്റവും തെളിവുള്ള മരണവുമായ യേശുവിൻ്റെ മരണത്തെ നിഷേധിക്കുന്നു എന്നതാണ്. ബൈബിളിൽ മാത്രമല്ല, സെക്കുലർ ചരിത്രത്തിലും സഭാചരിത്രത്തിലും ഖുർആന് മുമ്പ് 700 വർഷത്തെ തെളിവ് നിൽക്കുമ്പോൾ യേശുവിൻ്റെ മരണം, ഉയർപ്പ് എന്ന ഏറ്റവും തെളിവുള്ള ചരിത്ര സംഭവത്തെ ഒരു തെളിവും തരാതെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കുന്നത് ഖുർആനിലെ ഏറ്റവും വലിയ ചരിത്രപരമായ തെറ്റാണ്. അതുമാത്രവുമല്ല, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സംഭവം നടന്നിട്ട് 600 വർഷങ്ങൾക്ക് ശേഷം അത് നിഷേധിക്കുന്നത്? ഇന്ന് ആരെങ്കിലും കെന്നഡിയുടെയോ ഗാന്ധിയുടെയോ ഒക്കെ കൊലപാതകം നിഷേധിച്ചാൽ അത് നമുക്ക് വിശ്വസിക്കുവാൻ പറ്റുമോ? യേശുവിൻ്റെ ക്രൂശീകരണം മാത്രമല്ല, ഖുർആൻ പറയുന്ന മറ്റനേകം എല്ലാ ക്രൂശീകരണങ്ങളും ചരിത്രപരമായ തെറ്റായിട്ടാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണമായി സൂറ 7, സൂറ 20, സൂറ 12 എന്നിവ കാണുക. ജോസഫിൻ്റെയും ഫറവോയുടെയും കാലത്ത്, അതായത് BC 18-ാം നൂറ്റാണ്ട്, BC 14-ാം നൂറ്റാണ്ട് എന്നിവയിൽ ക്രൂശീകരണം നിലവിലില്ലായിരുന്നു. അതിനൊക്കെ ശേഷം 800 വർഷങ്ങൾക്ക് ശേഷമാണ് BC 8-ാം നൂറ്റാണ്ടിൽ പേർഷ്യക്കാരാണ് വാസ്തവത്തിൽ ക്രൂശീകരണം കണ്ടുപിടിച്ചത്. അതിനാൽ ഫറവോയുടെ കാലത്ത് ക്രൂശീകരണം എന്ന ശിക്ഷാരീതി ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന, അതായത് ഏകദേശം 20 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഖുർആൻ ഉന്നയിക്കുന്ന അവകാശവാദം എങ്ങനെയാണ് ചരിത്രപരമായ തെറ്റ് അല്ലാതാകുന്നത്?
ഏറ്റവും പ്രസിദ്ധമായ യേശുവിൻ്റെ ക്രൂശീകരണം ഖുർആൻ 600 വർഷങ്ങൾക്ക് ശേഷം നിഷേധിക്കുന്നത്? എത്രയോ ചരിത്രപരമായ തെളിവുകളെ നിഷേധിച്ചിട്ടാണ് ഒരു തെളിവുമില്ലാതെ യേശുവിൻ്റെ ക്രൂശീകരണവും മരണവും ഉയർപ്പും ഖുർആൻ നിഷേധിക്കുന്നത്. അതുമാത്രവുമല്ല, ഖുർആനിലെ മറ്റു ചില ചരിത്രപരമായ തെറ്റുകൾ കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. യേശുവിൻ്റെ അമ്മയായ മറിയത്തെ അഹറോൻ്റെ സഹോദരിയായി തെറ്റിദ്ധരിക്കുന്നു. അത് സൂറ 19 66 3 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബൈബിളിലെ ഹാമാനെ ഫറവോയുടെ പ്രധാനമന്ത്രിയായിട്ട് തെറ്റിദ്ധരിക്കുന്നു. അത് സൂറ 28, 29, 40 എന്നിവയിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. യേശു ജനിച്ചത് ഒരു ഈന്തപ്പനയുടെ ചുവട്ടിലാണ് എന്ന് സൂറ 19, 23 പറയുന്നു. സത്യത്തിൽ യേശു ഒരു കാലിത്തൊഴുത്തിലാണ് ജനിച്ചത് എന്ന് ബൈബിൾ ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ സൂറ 2, 125 മുതൽ 127 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമും ഇസ്മായേലും കൂടിയാണ് സൗദി അറേബ്യയിലുള്ള മെക്കയിലെ കാബ നിർമ്മിച്ചത് എന്ന് പറയുന്നത് എത്രമാത്രം ചരിത്രപരമായ സത്യമാണ് എന്ന് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ദൂരവും ചരിത്രപരമായ മറ്റ് തെളിവുകളുടെ അഭാവവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ നമുക്കത് ചേർത്ത് വച്ച് വായിക്കുവാൻ, സത്യമാണ് എന്ന്, ചരിത്ര വസ്തുതയാണ് എന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ട്. മാത്രമല്ല, മോശ പ്രവചിച്ച പ്രവാചകൻ മുഹമ്മദാണ് എന്നും യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് മുഹമ്മദാണോ എന്നുമുള്ള അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ചരിത്രപരമായി ബൈബിളുമായിട്ട് വൈരുദ്ധ്യമുള്ളതും തെറ്റുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഖുർആനിൽ ചരിത്രപരമായ തെറ്റുകളില്ല എന്നുള്ള വാദം നിലനിൽക്കുന്നില്ല.